മോൻ്റെ സ്കൂളിൽ ഈ മാസത്തെ കോമ്പറ്റീഷൻ ഫാൻസി ഡ്രസ്സ് കോമ്പറ്റീഷൻ ആയിരുന്നേ. അപ്പോൾ എനിക്ക് വീണ്ടും പണി കിട്ടി എന്ന് ചുരുക്കം. മോന് വേണ്ടി ഞങ്ങൾ ട്രീ ആണ് തിരഞ്ഞെടുത്തത്. അതിനായിട്ട് നാച്ചുറൽ ഇലകളൊക്കെ വെച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. കുറച്ച് വലിപ്പമുള്ളൊരു കാർഡ്ബോർഡിലാണ് ട്രീ വരച്ചെടുത്തത്. മുഖം വരുന്ന ഭാഗത്ത് റൗണ്ടിൽ കട്ട് ചെയ്ത് മാറ്റി. തടിയുടെ ഭാഗത്ത് തടിയുടെ കളറിലുള്ള ക്രേപ്പ് പേപ്പർ ഒട്ടിച്ചു കൊടുത്തു. മേൽഭാഗത്ത് പച്ച കളറിലുള്ള പേപ്പർ ഒട്ടിച്ചു കൊടുത്തു. ഏത് മരത്തിൻ്റെ ഇല വെക്കണമെന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു ഞാൻ. മാവിൻ്റെ ഇല, പേരയുടെ ഇലയൊക്കെ വെച്ച് നോക്കി. പക്ഷേ അത് പെട്ടെന്ന് ഉണങ്ങിപ്പോകും തോന്നി. അങ്ങനെ അവസാനം ഞാവൽ മരത്തിൻ്റെ ഇലയുണ്ടല്ലോ, അതാണ് എടുത്തത്. അതാണെങ്കിൽ കുറച്ചൊരു ഗ്ലൈസിങ്ങും ഉണ്ട്, പെട്ടെന്ന് അങ്ങനെ ഉണങ്ങിപ്പോകത്തില്ല. ഇലകൾ അടുക്കി വെച്ചിട്ട് അതിൻ്റെ നടുഭാഗത്ത് സ്റ്റാപ്ലെയർ വെച്ച് പിൻ ചെയ്തിട്ടാണ് ഞാൻ ആദ്യം വെച്ച് നോക്കിയത്. അത് കഴിഞ്ഞപ്പോൾ സ്റ്റാപ്ലെയറൊക്കെ എടുത്ത് കാണുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഊരിക്കളഞ്ഞിട്ട് ഇലയുടെ ഞെടുപ്പ് ഭാഗമുണ്ടല്ലോ, അവിടെയാണ് പിന്നെ ഞാൻ സ്റ്റാപ്ലെയർ വെച്ച് അടിച്ചത്. അപ്പോൾ അതിൻ്റെ മേലെ അടുത്ത ലെയർ വരുമ്പോൾ കാണാൻ പറ്റത്തില്ല. ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഇല ഒരു പൂ പോലെ വെച്ച് കൊടുത്തു. എന്നിട്ട് 2 ഇലയുടെ ഗ്യാപ്പിൽ അടുത്ത ലെയർ വരുന്ന രീതിയിൽ അങ്ങനെയാണ് ഞാനിത് ഫിനിഷ് ചെയ്തെടുത്തത്. സ്റ്റാപ്ലെയർ മാത്രമല്ല കേട്ടോ, ഇലയുടെ ആ മേൽഭാഗം ഉണ്ടല്ലോ, അവിടെ ഫെവിക്കോളും വെച്ചൊട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി എങ്ങാനും സ്റ്റാപ്ലെയർ ഊരിപ്പോയി കഴിഞ്ഞാൽ ഫെവിക്കോളിൽ നിൽക്കുമല്ലോ. പിന്നെ ഇതുപോലെ ഒരു പച്ച കളറിലുള്ള പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ട് മരത്തിൻ്റെ അടിഭാഗത്ത് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. സേവ് മീ എന്ന പേപ്പറിൽ എഴുതിയിട്ട് അത് കട്ട് ചെയ്തെടുത്ത് മരത്തിൽ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഫാൻസി ഡ്രസ്സ് ആകുമ്പോൾ അതിനെക്കുറിച്ച് 2-3 സെൻറ്റൻസ് പറയണമല്ലോ, അപ്പോൾ അതിനെയൊക്കെ പ്രതിനിധീകരിച്ചുകൊണ്ട് കുറച്ച് സ്റ്റിക്കേഴ്സ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു പക്ഷിക്കൂടും പക്ഷിയും പിന്നെ കുറച്ച് ഫ്രൂട്ട്സും പിന്നെ ഒരു കുരങ്ങൻ, അങ്ങനെ കുറച്ച് സ്റ്റിക്കേഴ്സ് കിട്ടി. അതൊക്കെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഈ മരം ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ കുറച്ച് സ്റ്റിക്കേഴ്സ് വെച്ച് കഴിഞ്ഞാൽ നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നിയത്. കുറച്ച് ബട്ടർഫ്ലൈസും കൂടെ വെച്ച് കൊടുത്തിട്ട് മരത്തിൻ്റെ വർക്ക് ഫിനിഷ് ചെയ്തെടുത്ത്. ഞാനിത് തലേദിവസം രാത്രിയിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഒറിജിനൽ ലീഫ് വെച്ച് കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് മുൻകൂട്ടി ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഇല കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ കോമ്പറ്റീഷന് വേണ്ടിയിട്ടുള്ള മരം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയേ, കാർഡ്ബോർഡിൽ പേപ്പർ ഒട്ടിക്കുന്നതിന് മുന്നേ കാർഡ്ബോർഡിൽ ആ തടി വരുന്ന ഭാഗത്ത് 2 ഹോൾ ഇട്ടിട്ട് അവിടെ വള്ളിയിട്ട് കെട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്, കുട്ടികൾക്ക് കഴുത്തിൽ തൂക്കിയിടാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിൻ്റെ വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കോമ്പറ്റീഷൻ വീഡിയോ. അപ്പോൾ ആർക്കെങ്കിലും കാണാൻ താല്പര്യമുണ്ടെങ്കിൽ അതും കണ്ടു നോക്കാവേ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.